കഴിഞ്ഞ 2 ദിവസമായി സോഷ്യൽ മീഡിയയിലും മറ്റ് ചാനലുകളിലും നോക്കുമ്പോൾ വളരെ കൃത്യമായി 1.5 വയസ്സുകാരനായ ഒരു കുഞ്ഞിനെ നെടുമങ്ങാട്ട് രണ്ടാനച്ഛൻ കൊന്ന കഥയും അല്ലെങ്കിൽ കൊന്ന സംഭവമാണ് കിടക്കുന്നത്. എല്ലാവരും ആ കുഞ്ഞിൻ്റെ പടം പോസ്റ്റ് ചെയ്യുന്നു. വളരെ വേദനയോടുകൂടി പറയുന്നു, മകനെ നീ ഞാൻ എടുക്കാമായിരുന്നു, എന്നെ ഏൽപ്പിക്കാമായിരുന്നു, ഞാൻ എടുത്തുകൊണ്ട് പോകുമായിരുന്നു, നീ എന്തേ ഒരു വാക്ക് എന്നോട് പറയാത്തെന്ന് പറഞ്ഞ് എല്ലാവരും ആ കുഞ്ഞിൻ്റെ രക്ഷകരായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ശരിക്കും അഷ്കർ എന്ന് പറയുന്ന ഒരു യുവാവാണ് ഇത് ചെയ്തത്. ഞാൻ അഷ്കറിൻ്റെ കൂടെയാണ് കുറച്ചു നേരം, അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം. എന്തുകൊണ്ട് അഷ്കർമാർ ഉണ്ടാകുന്നു? അഷ്കർമാരെ സൃഷ്ടിക്കുന്നത് ഈ സമൂഹമാണ്. ആ സമൂഹം ഇന്നലെ കരഞ്ഞിട്ട് കാര്യമില്ല. ഒരാഴ്ച മുമ്പേ കരഞ്ഞിരുന്നെങ്കിൽ, 1 മാസം മുമ്പേ കരഞ്ഞിരുന്നെങ്കിൽ, 1 വർഷം മുമ്പേ കരഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞ് രക്ഷപ്പെടുമായിരുന്നു. നിങ്ങൾ ആലോചിക്കൂ, ഓപ്പറേഷൻ തുഫാൻ എന്ന് പറഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ വലിയ ഒരു റെയ്ഡ് പ്ലാൻ ചെയ്തു. ഓപ്പറേഷൻ തുഫാൻ, നാർക്കോട്ടിക് ഹണ്ട്. എന്നാൽ അത് UDF ഗവൺമെന്റ് കൊണ്ടുവന്നതല്ലേ, നമുക്ക് തിരിഞ്ഞു നിൽക്കാമെന്ന് BJP ഗവൺമെന്റായ കോർപ്പറേഷൻകാർ വിചാരിച്ചില്ല. ഓപ്പറേഷൻ ഹണ്ടിനെ തുടർന്ന് തന്നെ അതിന് സമാന്തരമായി അതോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലും ഒരു ഈ മയക്കുമരുന്ന് ലോബിയെ പിടിക്കാനുള്ള ഓപ്പറേഷൻ ഇന്നലെ ആരംഭിച്ചു. ഇതും അഷ്കറുടെ കുഞ്ഞിൻ്റെ മരണവുമായിട്ട് എന്ത് ബന്ധം, കൊലപാതകമായിട്ട് എന്ത് ബന്ധം, അതാണ് ഞാൻ ബന്ധിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ അടുത്ത് പോലും പഴയ ലോട്ടറികൾ വാങ്ങി അത് പുതിയ ലോട്ടറികൾ എന്നുള്ള ആളുകൾ ആരും പോയി നോക്കുന്നില്ലല്ലോ, വാങ്ങുന്നവരല്ലേ ലോട്ടറി എടുത്തോട്ട് പോകുള്ളൂ. അപ്പോൾ അതിൻ്റെ ലോട്ടറി തട്ട് പോലെ തട്ടുണ്ടാക്കി ആ തട്ടിൻ്റെ അടിയിലുള്ള അലമാരയിൽ കിലോ കണക്കിന് ലഹരി പദാർത്ഥങ്ങൾ വയ്ക്കുകയും അത് സ്കൂളിൽ കുട്ടികൾ, ഇത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് കൂടുതൽ പോകുന്നത്, സ്കൂൾ കുട്ടികൾ, അഷ്കറിനെ പോലെയുള്ള ആളുകൾ, മറ്റ് ചെറുപ്പക്കാരികൾ, കോളേജ് വിദ്യാർത്ഥികൾ, ഇതുപോലത്തെ. അപ്പോൾ 4-5 എണ്ണം പിടിച്ചു ഇന്നലെ മെഡിക്കൽ കോളേജിൽ. വ്യാപകമായ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നഗരാസൂത്രണ ചെയർമാൻ്റെ കണ്ണമൂല വാർഡ് മെമ്പറായിട്ടുള്ള കൗൺസിലർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ഈ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേയറിന്റെ നേതൃത്വമുണ്ട്. എന്നാൽ ഓപ്പറേഷൻ തുഫാന്റെ പശ്ചാത്തലത്തിലാണ് ചെയ്യുന്നത്. വളരെ മനോഹരമാണ് അത് തിരുവനന്തപുരത്ത് കാണാൻ. ഇതുപോലെ എല്ലാ ജില്ലയിലും എല്ലാ കോർപ്പറേഷനും എല്ലാ പഞ്ചായത്തും ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ പ്രധാന വിഷയം അതല്ല. ഈ അഷ്കർ എന്ന് പറയുന്ന ഈ കുട്ടിയെ കൊന്ന ആള് ഒരാഴ്ച മുമ്പേ കുട്ടിയുടെ 2 കൈയും തല്ലി ഓടിച്ചു. ആ കുട്ടിക്ക് 2 കൈയിലും പ്ലാസ്റ്റർ എത്തിക്കുന്നു. ആ പ്ലാസ്റ്റർ ഇടാൻ കൊണ്ടുപോയ സമയത്ത് ആ ഡോക്ടർമാരും നഴ്സുമാരും ആരെങ്കിലും കുഞ്ഞിനോട് ഈ സൈക്കിളിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞത്. സൈക്കിളിൽ നിന്ന് വീണോ മോനെ എന്നൊന്ന് ചോദിച്ചൊരു ചെറിയ തെളിവെടുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഈ അച്ഛൻ്റെ ക്രൂരകൃത്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ വന്നു, അവർ പ്ലാസ്റ്റർ ഇട്ട് കൊടുത്തു, കുഞ്ഞിനെ പറഞ്ഞു വിട്ടു. മറ്റൊന്നും അവർ അന്വേഷിച്ചില്ല. അപ്പോൾ അവരിതിൽ പ്രതിയാണോ എന്ന് പറഞ്ഞാൽ പോലീസ് കേസെടുക്കണമെന്നല്ല, കേസെടുക്കണ ആ പ്രതിയല്ല, അവർ ഇതിൽ കക്ഷികളാണോ? ഈ വീട്ടിൽ നിരന്തരം പീഡനം നടക്കുന്നു, അയൽവക്കത്തെ വീട്ടുകാർ ഇതിൽ കക്ഷികളാണോ? ഈ പറയുന്ന ചെറുപ്പക്കാരൻ്റെ ആദ്യ ഭാര്യയുണ്ട്, ആദ്യ ഭാര്യയെ തല്ലി ചെവരിലൊക്കെ ഇടിച്ച് കോമ സ്റ്റേജിൽ കിടക്കുകയാണ്. അവരുടെ ഉമ്മ കൊണ്ട് കേസ് കൊടുത്തിരുന്നു നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഈ ചെറുപ്പക്കാരനെതിരെ. ചെറുപ്പക്കാരൻ അവർ പോലീസിൻ്റെ വണ്ടിയൊക്കെ പോലീസിന് വേണ്ടിയും ഈ സ്വകാര്യ വണ്ടിയൊക്കെ ഓടും, ഡ്രൈവർ കൂടിയാണ്, വണ്ടിയൊക്കെ ഓടുമെന്നുള്ള ചില സങ്കല്പത്തിലും സഹായത്തിലും പോലീസും മൗനം പാലിച്ചോ? അപ്പോൾ പോലീസും ഇതിൽ പ്രതിയാണോ കക്ഷിയാണോ? ആദ്യ ഭാര്യയുടെ വീട്ടുകാർ അമ്മയും ഒക്കെ കക്ഷിയാണോ? നാട്ടുകാർ കക്ഷിയാണോ? കഞ്ചാവ് കൊടുത്തവർ കക്ഷിയാണോ? ലഹരി പദാർത്ഥം വച്ചിരിക്കുന്നവർ കക്ഷിയാണോ? ഇതൊരു വലിയ ചോദ്യമാണ്. അഷ്കർമാർ ഉണ്ടായി വരുന്നതാണ്. അയാൾക്കൊരു വികാരമില്ല. ഒരു വികാരമുണ്ടായിരുന്നെങ്കിൽ സ്വന്തം കുഞ്ഞിനെ ജനനേന്ദ്രിലടക്കം 56 ഇടങ്ങളിൽ ചൂട് വയ്ക്കുമോ, പൊള്ളിക്കുമോ? എന്നിട്ട് കുഞ്ഞിനെ തല്ലി കുഞ്ഞ് ഛർദ്ദിച്ച് രക്തം ഛർദ്ദിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഭക്ഷണം കഴിച്ച് ഛർദ്ദിച്ചാണെന്ന് പറയുമോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലെ മാനസികാവസ്ഥ പോയി കഴിഞ്ഞു. അത് ചെയ്ത ചെറുപ്പക്കാരെന്ന് പറയുന്ന അഷ്കറിൻ്റെ മുഖഭാവം കണ്ടല്ലോ, ഇന്നലെ ബോഡി ലാംഗ്വേജും കണ്ടല്ലോ നമ്മൾ ചാനലുകളിൽ. ഒരു ഭാവ വ്യത്യാസമില്ലല്ലോ. താനൊരു തെറ്റ് ചെയ്തിരിക്കുന്നുള്ള ബോധം അയാൾക്കില്ലല്ലോ, ഒരു കുറ്റബോധമില്ലല്ലോ. കാരണം കുറ്റബോധവും ക്ഷമയും
അദ്ദേഹത്തിന്റെ മനസ്സിലെ കാരുണ്യവും കരുണയും എല്ലാം ആര് കൊണ്ടുപോയി? അദ്ദേഹം ഉപയോഗിക്കുന്ന മദ്യവും ഗഞ്ചാവും ലഹരി പദാർത്ഥങ്ങളും കൊണ്ടുപോയി. അദ്ദേഹം വെറും ഒരു ശരീരം മാത്രമായി. ഇത് സമൂഹം കൂടി ഇതിനകത്ത് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് മോനോടൊപ്പമാണ് നമ്മൾ. പക്ഷെ മോനെ കൊന്ന അച്ഛനെ സൃഷ്ടിച്ച ഈ സമൂഹം ഗൗരവമായ ചില ചോദ്യങ്ങൾ ചോദിക്കണം. വളരെ കൃത്യമാണ് ഈ ചോദ്യങ്ങൾ. എന്താണ് ചെയ്യാൻ പറ്റുക? രണ്ടാനച്ഛനാണ്. ആ ഭാര്യയും രണ്ടാമത്തെ ഭാര്യയാണ്. വേറൊരു ഭാര്യയുണ്ട്, അതിനുപേക്ഷിച്ചിട്ടാണ്. അപ്പൊ ഇയാളുടെ പ്രശ്നം, ഈ കുഞ്ഞ് വളർന്നു വന്നാൽ ഭീഷണിയാകുമോ? സ്വത്തിൽ ഭീഷണി, പല രൂപത്തിലുള്ള ഭീഷണിയാകുമോ? അമ്മയും കണ്ണടച്ചു. അഖിലെന്ന് മറ്റാണ് അവരുടെ പേര്. അവരും കണ്ണടച്ചു. നടക്കട്ടെ എന്ന്. അപ്പോൾ ക്രൂര വിനോദക്കാരനായി മാറിയത് എങ്ങനെ ഈ അച്ഛൻ? 56 പ്രാവശ്യം കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് അയാൾ ഉയർന്നത് എങ്ങനെ? ഒരു സൈക്കോപാത്തല്ലേ? അപ്പോൾ ആ സൈക്കോപാത്തായി അയാൾ മാറിയത് എങ്ങനെ? ഒരു ദിവസം കൊണ്ടല്ല. അപ്പോൾ ഒരേ ദിവസം കൊണ്ട് ഒരാൾ ഒരു പ്രദേശത്ത് നെടുമങ്ങാട് പോലുള്ളൊരു ഗ്രാമപ്രദേശത്ത്, നഗരമായിട്ടില്ലല്ലോ, വലിയ തിരുവനന്തപുരം പോലുള്ള പട്ടണമൊന്നും അല്ലല്ലോ, ഒരു സെമി നഗരപ്രദേശത്ത്, സെമി അർബനായിട്ടുള്ള ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന കുട്ടിയെ ഇത്രയും പീഡിപ്പിച്ചിട്ട് നാട്ടുകാരൊന്നും അറിഞ്ഞില്ല, ഹോസ്പിറ്റലുകാർ അറിഞ്ഞില്ല, പോലീസ് അറിഞ്ഞില്ല, സംവിധാനം ആരും അറിഞ്ഞില്ല. മരിച്ചപ്പോൾ നമ്മളെല്ലാവരും വാഴ്ത്തുപാട്ടുകളുമായിട്ട് കണ്ണീരുമായിട്ട് വന്നിരിക്കണം. മോനെ, നിന്നെ ഞാൻ എടുത്തോളാമായിരുന്നു എന്ന്. ഈ ഞാൻ എടുത്തോളാമെന്ന് പറയുന്ന ആളുകളോട് പറയാനുള്ളത് ആയിരക്കണക്കിന് 10,000-കണക്കിന് കുട്ടികൾ ഇവിടെ അനാഥമായി താമസിക്കുന്നുണ്ട്. ഈ എടുത്തോളാമെന്ന് പറയുന്നവർ നേരെ ശിശുഭവനിലോട്ട് പോകണം, ശിശുക്ഷേമ സമിതിയിലോട്ട് പോകണം. മാതാപിതാക്കൾ ഉപേക്ഷിച്ചിട്ടുള്ള 100 കുട്ടികൾ അവിടെ താമസിക്കുന്നുണ്ട്. നാലാഞ്ചിറയിൽ ഒരു പള്ളിയിലച്ചന്മാർ നടത്തുന്ന ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും അനാഥരായ കുട്ടികളുണ്ട്. അവിടെ ഈ അനാഥ കുട്ടികളെ നിങ്ങൾ വിളിച്ചോണ്ട് പോവോ? വീടുകളിൽ തള്ളി മറിക്കും. തള്ളുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. അതിവൈകാരികമായിട്ടാണ് നമ്മൾ തള്ളിയിരിക്കുന്നത്. ഈ തള്ളലല്ല വേണ്ടത്. അത് വലിയ നേതാക്കളും തള്ളിയിട്ടുണ്ട്, സാധാരണ ആളുകളും തള്ളിയിട്ടുണ്ട്. ഇതല്ല വേണ്ടത്. ഭരണകൂടത്തിന് മാത്രമല്ല ഇതിനകത്ത് പ്രതി. കേസെടുക്കാത്ത ഭരണകൂടം, അല്ലെങ്കിൽ കേസെടുക്കാത്ത പോലീസ്, ഈ ചോദ്യങ്ങൾ ചോദിക്കാത്ത ഡോക്ടർമാർ, നഴ്സുമാർ, കഞ്ചാവും മറ്റ് സാധനങ്ങളും സുലഭമായി കിട്ടുന്നതിന് സാഹചര്യം ഒരുക്കിയ സംവിധാനമൊക്കെ പ്രശ്നമാണ്. അതോടൊപ്പം നാട്ടുകാരും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കുഞ്ഞിനെ കൊന്നതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഒരു സമൂഹത്തിൻ്റെ സൈക്കോപാത്തിലേക്കുള്ള യാത്രയാണ്. അത് മനസ്സിലാക്കാനുള്ള ഒരു പാരസ്പര്യത്തിലേക്ക് നമ്മൾ വരുമോ? ആയിരക്കണക്കിന് കുട്ടികളാണ്, ബാലാവകാശ കമ്മീഷൻ ഉണ്ടല്ലോ ഇവിടെ, 10,000-കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇതുപോലത്തെ പ്രതിസന്ധിയിൽപ്പെട്ടുഴലുന്നത്. അതുകൊണ്ട് ബാലാവകാശ കമ്മീഷനും അടിയന്തരമായ ഒരു മൊബൈൽ ആപ്പ് പുറത്തുവിടണം. കുട്ടികൾക്കും മുതിർന്നവർക്കും ആ മൊബൈൽ ആപ്പിൽ അവർക്കെന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ആർക്കെങ്കിലും അവരെ അറിയിക്കാനുള്ള ഒരു സംവിധാനം, ഒരു കോൾ സെൻ്ററും ഒക്കെ വയ്ക്കുക. അല്ലാതെ എല്ലാവരും പരാതി എഴുതി ഓഫീസുകളിൽ കൊണ്ടുവരുമെന്ന് വിചാരിക്കരുത്. കുറച്ചുകൂടി ആക്സസ് ആക്കുക. നിങ്ങളുടെ പരാതി കിട്ടാനുള്ള സംവിധാനം കുറച്ചുകൂടി പീപ്പിൾ ഫ്രണ്ട്ലി ആക്കുക. അതിനുള്ള മൊബൈൽ ആപ്പും വാട്സപ്പും അതുപോലെ തന്നെ മിസ് കാൾ അടിക്കാനുള്ള സംവിധാനവും കാൾ സെൻ്ററും കാൾ നമ്പറും ഒക്കെ കൊടുക്കുക. അങ്ങനെ വനിതാ ശിശുക്ഷേമ സമിതിയും ഗൗരവമായി ആലോചിക്കുക. ഈ പറയുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ കൊല്ലുന്നതും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നതും കർശനമായ ശിക്ഷയാക്കി മാറ്റുക. നാട്ടുകാർ ഇന്നലെ കാണിക്കുന്ന രോക്ഷം കണ്ടല്ലോ, അവനെ അടിക്കുക, കൊല്ലുക. ആ രോക്ഷം ഒരാഴ്ച മുമ്പേ കാണിച്ചിരുന്നെങ്കിൽ, 2 ആഴ്ച മുമ്പേ കാണിച്ചിരുന്നെങ്കിൽ കുഞ്ഞിപ്പോൾ ജീവിക്കുമായിരുന്നു. ഒരുപക്ഷെ അതിനൊന്നും നമ്മൾ തയ്യാറല്ല. നമ്മൾ ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ നമ്മൾ ഉയർന്നു വരും. അവസരത്തിനൊത്ത് ഉയരാത്ത ഒരു സമൂഹമായി ഇത്തരം വിഷയങ്ങളിൽ മാറിയിട്ടുണ്ട്. ഗൗരവമായി ആ കുട്ടിയുടെ അച്ഛൻ്റെ ഭാഗം, അങ്ങനത്തെ അച്ഛന്മാരെ സൃഷ്ടിച്ച ഈ സമൂഹവും ഇതിനുത്തരം പറഞ്ഞേ കഴിയൂ.